ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളമാണ്. പി എസ് സി അടുത്തിടെ ചോദിച്ച മലയാള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പി എസ് സി മലയാളത്തിൽ നിന്ന് ചോദിക്കുന്നത് മിക്കതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അത് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒട്ടുമിക്ക മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ രൂപം ഏത്? കയ്യെഴുത്ത്, 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 കയ്യെഴുത്ത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, കയ്യെഴുത്ത്. എ ആണ് ആൻസർ. ശരിയായ രൂപം കയ്യെഴുത്ത്. ഓക്കെ, അടുത്തത് നെന്മണി എന്ന പദം. പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നെന്മണി. നെന്മണി എന്ന പദം പിരിച്ചെഴുതാനാണ് നെൻ പ്ലസ് മണി, നെല് പ്ലസ് മണി, നെന്മ പ്ലസ് മണി, നെൽ പ്ലസ് മണി. നെന്മണി എന്ന പദം പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നെല് പ്ലസ് മണിയാണ് നെന്മണി. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെല് പ്ലസ് മണിയാണ് നെന്മണി. പിരിച്ചെഴുതാൻ ചോദിച്ചിട്ട് സന്ധി ഏതെന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. നെല് പ്ലസ് മണി, നെന്മണി ആദേശ സന്ധിയാണ്. നെല് പ്ലസ് മണി, നെന്മണി ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഓപ്ഷൻ എ ആണ് ആൻസർ. വൈയാകരണനാണ്. വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം വൈയാകരണൻ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ കയ്യെഴുത്ത് എങ്ങനെയാണ് എഴുതുന്നതായിരുന്നു. കയ്യെഴുത്ത് അതേപോലെ ചോദിക്കുന്നതാണ് ഹാർദം. ഹാർദവമാണ് തരുന്നത്. ഹാർദമാണ് ശരി. അതേപോലെ യാദൃച്ഛികം, ഇച്ഛ, അച്ഛൻ്റെ ഇച്ഛ, യാദൃച്ഛികം. ചെലവ്, ചിലവാണ് തരുന്നത്. ചെലവ്. അതിഥി, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഹാർദം, യാദൃച്ഛികം, ചെലവ്, അതിഥി. ഓക്കെ, ഇനി പിരിച്ചെഴുതിയത് നെൽ പ്ലസ് മണി. നെല് പ്ലസ് മണിയാണ് നെന്മണി. നെല് പ്ലസ് മണി, നെന്മണി. ഇതൊക്കെ ആദേശസന്ധിയാണ്. നെല് പ്ലസ് മണി, നെന്മണി ആദേശസന്ധിയാണ്. അതേപോലെ പിൻ അധികം കാലം, പിൽക്കാലം ചോദിക്കാറുള്ളതാണ്. പിൻ അധികം കാലമാണ് പിൽക്കാലം. പൊൻ അധികം കുടം, പൊൽക്കുടം. ഇത് മൂന്നും ആദേശസന്ധിയാണ്. നെല് പ്ലസ് മണി, നെന്മണി. പിൻ അധികം കാലം, പിൽക്കാലം. പൊൻ അധികം കുടം, പൊൽക്കുടം. ഓക്കെ, ഇതെല്ലാം ആദേശസന്ധിയാണ്. ഇനി ഒറ്റ വാക്കിലുള്ളത് നമ്മളോട് ചോദിച്ചത് വ്യാകരണം അറിയുന്നവൻ വൈയാകരണനായിരുന്നു. അതേപോലെ ചോദിക്കാറുള്ളതാണ് ന്യായശാസ്ത്രം പഠിച്ചവൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയാമികനാണ്. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയാമികൻ. തർക്കശാസ്ത്രം പഠിച്ചവൻ താർക്കികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയാമികൻ. തർക്കശാസ്ത്രം പഠിച്ചവൻ താർക്കികൻ. ഓക്കെ, നമ്മുടെ ചാനലിൽ ഒറ്റപ്പദത്തിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്, പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒറ്റപ്പദത്തിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി പഠിച്ചേക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിലർ എന്ന പദം ഏത് വചനമാണ്? ഏകവചനം, സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, ദ്വിവചനം. ചിലർ എന്ന പദം ഏത് വചനമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അലിംഗ ബഹുവചനത്തിലാണ് ചിലർ വരുന്നത്. അലിംഗ ബഹുവചനം. ലിംഗവ്യത്യാസമില്ലാതെ പറയുന്നത്, ആൺപെൺ വ്യത്യാസമൊന്നും ഇല്ലാതെ പറയുന്നതാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. കുട്ടികൾ, അധ്യാപകർ, ആളുകൾ, ഇതൊക്കെ അലിംഗ ബഹുവചനമാണ്. ഓക്കെ, അടുത്തത് പല്ലവപുടം വിഗ്രഹിക്കാൻ. പല്ലവപുടം, പല്ലവങ്ങളുടെ പുടം, പല്ലവമായ പുടം, പല്ലവമാകുന്ന പുടം, പല്ലവത്തിൻ്റെ പുടം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പല്ലവത്തിൻ്റെ പുടമാണ് പല്ലവപുടം. പല്ലവപുടം വിഗ്രഹിക്കുന്നത് പല്ലവത്തിൻ്റെ പുടമാണ് പല്ലവപുടം. ഓക്കെ, അടുത്തത് സമാനപദം എഴുതാനാണ്. മഞ്ഞ്, മഞ്ഞിൻ്റെ സമാനപദം. വർഷം, പ്രാലേയം, മാർഗം, മഹിമം. മഞ്ഞ് എന്നതിൻ്റെ സമാനപദം ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രാലേയമാണ്. പ്രാലേയം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്. ഇനി വർഷം എന്താണ്? വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം. വർഷം മഴയാണ്. മഴ അല്ലെങ്കിൽ മാരി, വർഷം. മാർഗം എന്ന് പറഞ്ഞാൽ വഴിയാണ്. അപ്പോൾ മഞ്ഞിൻ്റെ പര്യായപദമാണ് പ്രാലേയം. ഓക്കെ, മഞ്ഞിൻ്റെ മറ്റ് പര്യായപദങ്ങളാണ് തുഹിനം, അതുപോലെ ഹിമം. ഇതൊക്കെ മഞ്ഞിൻ്റെ പര്യായപദങ്ങളാണ്. തുഹിനം, ഹിമം, പ്രാലേയം മഞ്ഞിൻ്റെ പര്യായപദങ്ങളാണ്. ഓക്കെ, വർഷത്തിൻ്റെതാണ് വർഷം, മഴ, വൃഷ്ടി, മാരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാൻ എന്ന വാക്കിൻ്റെ പര്യായപദം ഏത്? കേസരി, വാരണം, ഏണം, വാരിജം. മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏണമാണ്. ഏണമാണ് മാൻ. മാനിൻ്റെ പര്യായപദങ്ങളാണ് ഏണം, ഹരിണം, അതേപോലെ മൃഗം. മൃഗം എന്ന് പറഞ്ഞാലും മാനാണ്. ഏണം, ഹരിണം, മൃഗം, ഇതെല്ലാം മാനിൻ്റെ പര്യായപദങ്ങളാണ്. ഇനി കേസരി എന്ന ഓപ്ഷനിലുള്ള
കേസരി. കേസരി സിംഹമാണ്. കേസരി സിംഹമാണ്. ഇനി ഓപ്ഷൻ ബിയിലുള്ള വാരണം എന്താണ്? വാരണം. വാരണം ആനയാണ്. വാരണം ആനയാണ്. ഓക്കെ. ഇനി ഓപ്ഷൻ ഡിയിലുള്ള വാരിജം എന്താണ്? വാരിജം. വാരിജം താമരയാണ്. വാരിജം താമര. കേസരി സിംഹമാണ്. വാരണം ആനയാണ്. ഏണം മാൻ. വാരിജം താമര. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം ഏത്? മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യക്തമല്ല. ഏകദേശം 100ഓളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. ഇതിൽ ശരിയായ വാക്യം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യക്തമല്ല. തെറ്റാണ്. ഏകദേശം 100ഓളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതും തെറ്റാണ്. ഏകദേശം 100ഓളം. ഈ ഏകദേശം ഓളമൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട. ഓക്കെ. അതേപോലെ ഓപ്ഷൻ സിയിലുള്ള ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം. ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകവും. ഓരോ എന്ന് കഴിഞ്ഞാൽ സിംഗുലറായിട്ടേ വരാൻ പാടുള്ളൂ. ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ വേണ്ട. ഓരോ പുസ്തകവും കൊണ്ടുവരണം. അങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്. ഓക്കെ. അപ്പോൾ ശരിയായ വാക്യം ഓപ്ഷൻ ഡി ആണ്. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? പ്രസിദ്ധം, കുപ്രസിദ്ധം, വിപ്രസിദ്ധം, അപ്രസിദ്ധം. സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഓപ്ഷൻ ബി ആണ് ആൻസർ. കുപ്രസിദ്ധമാണ്. സുപ്രസിദ്ധം കുപ്രസിദ്ധമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കുപ്രസിദ്ധം. സുപ്രസിദ്ധം കുപ്രസിദ്ധം. ഓക്കെ. അതുപോലെ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആവിർഭാവം. ആവിർഭാവത്തിൻ്റെ വിപരീതമാണ് തിരോഭാവം. ആവിർഭാവം തിരോഭാവം. അതേപോലെ രസം. രസത്തിൻ്റെ വിപരീതം നീരസം. രസം നീരസം. അതുപോലെ അപേക്ഷ. അപേക്ഷയുടെ വിപരീത പദമാണ് ഉപേക്ഷ. അപേക്ഷ ഉപേക്ഷ. അതുപോലെ ഉത്കൃഷ്ടം. ഉത്കൃഷ്ടത്തിൻ്റെ വിപരീതം അപകൃഷ്ടം. ഉത്കൃഷ്ടം അപകൃഷ്ടം. ഓക്കെ. അപ്പോൾ സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ്? കുപ്രസിദ്ധം. സുപ്രസിദ്ധം കുപ്രസിദ്ധം. ഓക്കെ. കാര്യങ്ങളായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. നമ്മൾ മലയാളത്തിൻ്റെ സിലബസ് വൈസ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പം നന്നായിട്ട് തന്നെ പഠിച്ചോളുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.